എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ലാസ്റ്റ് എപ്പിസോഡായിരിക്കും. ഇന്ന് നമ്മൾ ആക്ച്വലി ഒരു ലൊക്കേഷനിലേക്ക് പോകുന്നുണ്ട്. ആ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ഏതാ? ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി ടെമ്പിളിൻ്റെ അവിടേക്ക് ചെറിയൊരു റൈഡാണ്. ലാസ്റ്റത്തെ എപ്പിസോഡായിരിക്കും കൊല്ലങ്കോട് ട്രിപ്പിൻ്റെ ആയിട്ടാ. ഇന്ന് നമ്മൾ വീട്ടിലെത്തിയിട്ട് അവസാനിപ്പിക്കുള്ളൂ. ഇപ്പോൾ സമയം 12 മണിയായി. അപ്പോൾ ഫസ്റ്റത്തെ പരിപാടി എന്തോ? അയ്യപ്പൻ ചേട്ടൻ്റെ ഷോപ്പിലേക്കാണ് നമ്മൾ ആദ്യം പോണത്. അതല്ല ഇന്നത്തെ ഹൈലൈറ്റ്. ഇന്ന് നമ്മൾ അല്ലേ എവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നെ? ബാറ്ററി മാറ്റി പറഞ്ഞു. അതെ, ചായക്കട എന്ന് പറയില്ല, അയ്യപ്പൻ ചേട്ടന്റെ കട എന്നുള്ളത്. വീണ്ടും മീൽസ് ആണ്. അപ്പൊ എല്ലാവരും റെഡിയാവല്ലേ? സെറ്റ് ആവല്ലേ? അപ്പോൾ അങ്ങോട്ട് തന്നെയാണ് വീണ്ടും പോണത്. അതിന് ശേഷം കറുപ്പുസ്വാമി ടെമ്പിളിൻ്റെ അവിടേക്ക് പോകുന്നുണ്ട്. അതിനെക്കാട്ടും മുന്നായിട്ട് ചെന്നൈയിൽ നിന്ന് വന്ന നമ്മുടെ 2 സുഹൃത്ത്. Guys, you are guys leaving? Yes, now. So you are not coming to the temple? Yeah, no, we are going to Palakkad. From here? Here, yes. So what about the cycle? We have to parcel the cycle in Palakkad. So you guys are riding from here to Palakkad? Yeah. Or directly? How many kilometers from here? From here around 25 kilometers. 25 kilometers. So you go to Palakkad and parcel the bike? Parcel the bike, yeah. Oh, that's the plan. അപ്പോൾ ഇവർ രണ്ടുപേരും anyway great to ride with you guys. അടിപൊളിയായിരുന്നു. അപ്പോൾ വ്ളോഗ് കണ്ടോളൂ, വ്ളോഗ് വരും, ചാനലും ഇതും കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത്. അപ്പോൾ ഇവർ രണ്ടുപേരും പോവാ 25 kilometers with this luggage. Oh man, too much hard. ഈ 2 ദിവസത്തെ റൈഡിനെക്കാട്ടും കഷ്ടപ്പാടായിരിക്കും ഈ 2 ലഗേജും വെച്ച് റൈഡ് ചെയ്യാൻ. അപ്പോൾ ഇവർ ഇവിടെ നിന്ന് പിരിയാണ്. നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുത്തതാണ്. ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് പോകണം. ഒരു 1.5 കിലോമീറ്റർ ഉള്ള അയ്യപ്പൻ്റെ കടയിലേക്ക്. അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാം. 50 രൂപയുള്ള ഫുഡ്, അതും മീൽസ് കിട്ടാ. അപ്പോൾ ഒരു സർവത്ത് കുടിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ഇവരിപ്പോൾ പോവാവോ? എന്തായാലും നോക്കി നോക്കട്ടെ. നമ്മുടെ ബാക്കപ്പ് സപ്പോർട്ട് വെഹിക്കിളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇന്ന് ഞാൻ ഫുൾ ഡീറ്റെയിൽ വീട്ടിലെത്തിയിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ, എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ട്രിപ്പ് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് കേട്ടോ. സോളോ ആയിട്ടോ അല്ലെങ്കിൽ 3-4 ഗ്രൂപ്പായിട്ടോ എങ്ങനെയാണെങ്കിൽ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം. ബാക്കി ഡീറ്റെയിൽസും പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് പയ്യെ അടുത്ത പരിപാടികൾ എന്താണെന്ന് നോക്കട്ടെ. ഇവർ നേരെ ഇങ്ങോട്ടേക്ക് പോവാം. എന്തായാലും അടിപൊളിയായിരുന്നു മൊത്തത്തിൽ. ചേട്ടാ ഒരു വെള്ളം സർവത്ത് തരുമോ? തണുത്ത ഒരു വെള്ളം സർവത്ത്. അപ്പോൾ ഞങ്ങളിവിടെ ഞാനൊരു ചെറിയൊരു കടയിൽ കയറിയിട്ട് പരിപാടികൾ എന്തെങ്കിലുമൊക്കെ ഒരു വെള്ളം സർവത്ത് കുടിക്കാൻ ചോദിച്ചിട്ടാണ്. സോഡ അതുപോലെ തന്നെ റെഡ് മീറ്റ് രണ്ടും ചെറിയൊരു പ്രശ്നം കാണിക്കുന്നുണ്ട്. എത്ര കണ്ട് സൈക്കിൾ ഓടിയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പണി വരുമല്ലോ. അപ്പോൾ ചേട്ടനാണ്. ചേട്ടൻ്റെ പേരെന്താ? ചേട്ടൻ്റെ? സഹീർ. സഹീർ ചേട്ടനാണ് നമുക്ക് സാധനം സെറ്റ് ചെയ്ത് തരണത്. കിട്ടല സാധനമായിരിക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് റൈഡ് ചെയ്തിട്ട്? അടിപൊളിയായിട്ട് പോകണു. ഇത് 2ാമത്തെ വ്ളോഗാണ്, ലാസ്റ്റ് എപ്പിസോഡ്. അപ്പോൾ ഫുഡ് കഴിക്കണം, സർവത്ത് കുടിച്ചാൽ കേട്ടോ. ഇത് നമ്മുടെ അവിടെ കിട്ടാത്ത കുറേ ചിപ്സാട്ടാ. ഞാനിത് ബിന്ദുവിൻ്റെ ചിപ്സാണ്. ബിന്ദു ഷേക്കപ്പ് നൂഡിൽസ്. പിന്നെ ഇതിൽ ബിന്ദു സ്നാക്കപ്പ് പൊട്ടറ്റോ ചിപ്സ്. ഫുള്ള് ബിന്ദുവിൻ്റെ ആണല്ലോ. എൻ്റെ അമ്മയുടെ പേര് ബിന്ദു എന്ന് പറഞ്ഞിട്ടാ. ഞാനറിയാതെ അമ്മ പുതിയ കമ്പനിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ബിന്ദു എന്ന് പറഞ്ഞിട്ട് കൊക്കക്കോളേനെക്കാട്ടും വലിയൊരു സാധനം ഇറക്കിയിട്ടുണ്ട് കേട്ടോ. കൊക്കക്കോള കമ്പനി അവരുടെ ഇത് ചോദിച്ചിട്ട് ബിന്ദു എന്ന് പറഞ്ഞിട്ടുള്ള ആ കുപ്പി ഒരു ഇൻസ്പയറിങ് സ്റ്റോറി ഉണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. ഫുഡി ഷാ ആ ഒരു ഇൻഫ്ലുവൻസർ ഇട്ടിട്ടുള്ളതാണ്. ഫുഡിൽ നിന്ന് ഞാൻ കുടിച്ചിട്ടുണ്ട്. നമ്മൾ ഓൾ കേരള ട്രിപ്പിൻ്റെ സമയത്ത് ഫേമസ് ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ നമ്മൾ വലിയ ഉപകാരം ചേട്ടാ. ഓ തണുത്ത സാധനം. കഴിഞ്ഞ അവിടെ തണുത്തത് കിട്ടിയില്ല കേട്ടോ. അടിപൊളി, നല്ല രസമുണ്ട്. ഒരു 1-2 മണിക്കൂർ വെയിലുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് മഴയായി, മഴച്ചാറ്റലായി, മഴക്കാരായി കേട്ടോ. 2 ദിവസമായിരുന്നു. അതുകൊണ്ട് വലിയ സമാധാനമായിട്ട് പോകാൻ പറ്റി. മോനെ പൊളിച്ച്. ഇന്ന് ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് വലിയ ടോക്കണ്ട പ്രശ്നങ്ങളോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇന്ന് വലിയ തിരക്കുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. കാരണം ഇന്നലെ അടുക്കാൻ പറ്റാത്ത തിരക്കായിരുന്നു കേട്ടോ. ഇന്ന് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് സാധനം ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അയ്യപ്പൻ ചേട്ടൻ്റെ കട വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ. ഫുൾ ഡീറ്റെയിൽ വേണമെങ്കിൽ തൊട്ട് മുന്നത്തെ വ്ളോഗ് എടുത്താൽ മതി. മുള്ള് ഈ വെയിൽ കണ്ട നമ്മുടെ അവിടെയൊക്കെ മറ്റേ മതിലല്ലേ ഉണ്ടാവുക.
സ്നേഹമതിൽ. ഇവിടെ ഇങ്ങനത്തെ മതിലാണ് കേട്ടോ, ഫുള്ള് കുറേ മതിലുകൾ ഇങ്ങനെ കാണാം. അത് ഈ ഉള്ളിലത്തെ ഇതിലേക്ക് കയറിയിട്ടോ, ഹൈവേയിൽ കയറിയാലൊന്നും ഒരു സംഭവം കാണാൻ പറ്റില്ല. ഇങ്ങനത്തെ ഉള്ളു വഴിയിലേക്കൊന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭൂരിഭാഗം വീടുകളുടെയും ഇത് മതിലല്ല, അത് വീടിൻ്റെ ചുമരാണ് കേട്ടോ. ഈ സംഭവം കാണാൻ പറ്റാം കേട്ടോ. അപ്പോൾ ഇവർ ഇത് കണ്ട ഇങ്ങനത്തെ വേലികളാണ് ഈ ഭാഗങ്ങളിൽ ഫുള്ള് കാണാൻ പറ്റുക. ഞങ്ങളിപ്പോൾ പയ്യെ 1.5-2 കിലോമീറ്റർ താഴെയുള്ളൂ നമ്മൾ ഫുഡ് കഴിക്കാൻ സ്ഥലത്തേക്ക് കേട്ടോ. 1 മണി കഴിഞ്ഞു. 1 മണിയുടെ വെയിൽ നിനക്ക് തോന്നുന്നില്ല, കാരണം അവിടെ നോക്കിയേ ആ മലയുടെ മണ്ടയ്ക്ക് ഫുള്ള് മഴക്കാരാണ് കേട്ടോ. ഹായ്, ഞങ്ങൾ വീണ്ടും വന്നു. അപ്പോൾ ഇത് ഇന്നലെ ഫുള്ളായിരുന്നു കേട്ടോ. ഇന്നലെ ഇവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. ഇന്ന് സമാധാനമായിട്ട് എല്ലാ ഡിഷും ട്രൈ ചെയ്യാം. ഇന്ന് സമാധാനമായിട്ട് എല്ലാ ഡിഷും ട്രൈ ചെയ്യാം കേട്ടോ. ഇന്നലെ ഏതാ സെൽഫി എടുക്കാം നോക്കി ഒരാളില്ലല്ലോ. ഇന്നലെ ഒരു രക്ഷ ഉണ്ടായിരുന്നു കേട്ടോ, ഇവിടെ സീനായിരുന്നു. അപ്പം എന്തായാലും ഇവിടെ ചെന്ന് ഫുഡ് അടിക്കാം, സമാധാനമായി ഗൈസ്. ഇതിപ്പോൾ ഭയങ്കര ലാഭമായി. മഴയത്ത് കുടുങ്ങിയില്ല, ആ മഴ പെയ്യുന്ന സമയം ഫുഡും കഴിക്കാനും പറ്റും കേട്ടോ. അതെന്തായാലും ഭയങ്കര ഇതായി, ഏത് ലാഭമായി. ആ മഴയത്ത് ഒരു തരി പോലും ആരും നനഞ്ഞിട്ടില്ല കേട്ടോ. അടിപൊളി, പുറത്ത് നല്ല മഴ ഗൈസ്. ഇന്നലെ വന്നപ്പോൾ നമ്മൾ ഇതാ കഴിച്ചത് കേട്ടോ, ബിരിയാണിക്ക് ചാറുണ്ട്. ബിരിയാണിക്ക് ചാറ് കുറച്ച് വെച്ചോ, മതി. ഇത് സ്പെഷ്യൽ സാധനമായില്ലോ. ഇതിപ്പോൾ സ്പെഷ്യൽ സാധനമായില്ല. ബിരിയാണിയും മുരിങ്ങാക്ക കറിയും ചിക്കൻ കറിയും മിക്സായി പോയിട്ടാകെ. ആദ്യം ഞങ്ങൾ സദ്യയായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സദ്യ കിട്ടാണ്ടായപ്പോൾ ഞങ്ങൾ ബിരിയാണി സെയിം റേറ്റാണെന്ന് പറഞ്ഞു, 50 രൂപയുള്ളൂ എന്ന് പറഞ്ഞു. റൈസ് മാത്രം കേട്ടോ, ചിക്കനൊന്നുമില്ല. ഇത് എക്സ്ട്രാ ചിക്കൻ വാങ്ങിയതാണ് 50 രൂപ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ചോറ കഴിച്ചത്, അപ്പോൾ ഇന്ന് ബിരിയാണിയുടെ റൈസ് കഴിക്കാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ടായിരിക്കും സാമ്പാറും ഇതും മിക്സ് ചെയ്ത് കഴിക്കണേ. ബിരിയാണിക്ക് ഈ ചാറ് കൊടുക്കണം. അതെ, ഞങ്ങളിത് ചോറിന് മാത്രം കൂട്ടിയിട്ടുള്ളൂ. കുഴപ്പമില്ല കേട്ടോ, രസം. കായ്ച്ചാറ് കായൊക്കെ ഇട്ടിട്ടുള്ളൊരു ചാറ് കറി കേട്ടോ, കൊള്ളാം, കുഴപ്പമില്ല കേട്ടോ. റൈസ് ബിരിയാണി ഫ്ലേവറും ഇതും. പപ്പടം പൊട്ടിച്ചു, കുറച്ച് ചിക്കൻ കറി ഉണ്ട്. ഇന്നലെ കാട്ടിയ അതേ സംഭവം തന്നെ കേട്ടോ, ടേസ്റ്റും അപാരം തന്നെ, നല്ല ഇതുണ്ട്. അപ്പം എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങട്ടെ കേട്ടോ. ഗൈസ്, നമ്മൾ അയ്യപ്പൻ ചേട്ടൻ്റെ അവിടെ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. നമ്മൾ ചിങ്ങഞ്ചിറ ടെമ്പിളിൻ്റെ അവിടേക്ക് പോവാണ് കേട്ടോ. അപ്പോഴാണ് അയ്യപ്പൻ ചേട്ടൻ്റെ അല്ല ചെല്ലപ്പൻ ചേട്ടൻ്റെ കട കണ്ടത്. നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഇറങ്ങണ്ടോ? തിരിച്ചു വരും വേറെ അല്ലേ? ഓക്കെ, നമ്മൾ നേരെ ചിങ്ങഞ്ചിറയ്ക്ക് വേണ്ടിയിട്ട് ചിങ്ങഞ്ചിറ ലക്ഷ്യമാക്കി പോവാണ് കേട്ടോ. അയ്യപ്പൻ ചേട്ടനും ചെല്ലപ്പൻ ചേട്ടനും എല്ലാ ചേട്ടന്മാരും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞാൽ തെങ്ങിൻ്റെ നീര് കിട്ടണത് അല്ലേ? തെങ്ങിൻ്റെ നീര് കിട്ടുന്നൊരു സ്ഥലം ആണോ? നോക്കട്ടെ. ഇഷ്ടം പോലെ ക്യാമറ ഓഫ് ചെയ്ത് വയ്ക്കാൻ നേരല്ല കേട്ടോ. ഇത് നിറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ കുറേ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ടല്ലേ? പൊളിച്ച് വരുമ്പോ കാണാട്ടാ. കാനന മധ്യത്തിൽ ഒരു കള്ള് ഷാപ്പ് കഴിച്ച് ഞാൻ വരുമ്പോ കാട്ടി തരാം. ഇപ്പൊ നമ്മള് റെസ്റ്റ് എടുക്കാൻ പോവാണ്. അതെ, കാനന മധ്യ ഒരു ഷാപ്പ്. കിടിലനാണ് ഒത്താണ്. ഈ 2 ദിവസം കിടിലനായിട്ട് എക്സ്പ്ലോർ ചെയ്തു കേട്ടോ. ലൈക്ക് ഓരോ സമയവും നമ്മൾ ഭയങ്കര ഇതായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ചെയ്തു എന്ന് പറയില്ല, എല്ലാ കാര്യങ്ങളും അതുപോലെ ആയിരുന്നു. നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വരാം കേട്ടോ. നമ്മൾ ഇപ്പോൾ റെസ്റ്റ് എടുക്കാൻ പോവാണ്. സമയം 1 മണിയാണ് സമയം. അതിൻ്റേതായ വെയിലില്ല, എന്നാലും നമ്മൾ റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. ഹൈവേയിലേക്കൊക്കെ ഈ സമയത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 വരി പാത അല്ലേ, വടക്കാഞ്ചേരി ആ ഒരു ഇതിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ സുഖം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ റെസ്റ്റ് എടുത്തിട്ട് ഒരു 5 കിലോമീറ്റർ ഉള്ളിലേക്ക് 5 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നിട്ട് ടെമ്പിളിൻ്റെ അവിടേക്ക് വന്നിരിക്കുക. എല്ലാത്തിനും ഈ ഒരു മലയാണ് കേട്ടോ. 2 ദിവസമായിട്ട് ഈ ഒരു മലയാണ് ഫുള്ള് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 2 ദിവസമായിട്ട് ഈ ഒരു മല. ഇതാണ് ചിങ്ങഞ്ചിറ. ഈ ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം എന്ന് പറയുന്നത് ഏകദേശം ഒരു 5 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഞാൻ അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞത് 5 ഏക്കറിൽ കിടക്കുന്നൊരു സ്ഥലമാണ്. ബാക്കി ഡീറ്റെയിൽ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പറയാം കേട്ടോ. നെല്ലിയാമ്പതിയുടെ അടിവാരത്തൊക്കെ ആയിട്ട് വരും ഈ ക്ഷേത്രം. ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. ഞാൻ കാട്ടിത്തരാം അത്. അപ്പോൾ വരിയായിട്ട് നമ്മൾ അങ്ങോട്ടേക്കൊന്ന് എത്തട്ടെ. എന്താ അവിടെ എത്തിച്ച് നോക്കണേ? എന്തായിരുന്നു
എവിടെ 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 വെളുത്താനയാ? മഴ പെയ്തിട്ടേ ആ ഫ്രഷ് വെള്ളം. ഫ്രഷ് വെള്ളം അല്ലേ? അവിടെ വെള്ളം വീഴുന്നുണ്ട് കേട്ടോ. സ്ലോ മോഷനിൽ വീഴണതല്ല, സ്ലോ മോഷനിലാണല്ലോ വീഴണേ. ആന ആന കാറിൽ വരുന്നവർ പേടിപ്പിക്കാം. ഇതെന്നിട്ടത് കാർ പാർക്കിങ് ഫുള്ള് ഇതുണ്ടല്ലോ, കാറും ഇതുകളും കാര്യങ്ങളൊക്കെ. ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ. 08 KL08 നമ്മുടെ വണ്ടിയാണല്ലോ. കൊള്ളാല്ലേ? ഇവിടെയും സിനിമകൾ ഷൂട്ട് ചെയ്ത പോലെ തോന്നുന്നുണ്ടല്ലോ എനിക്ക്, ഇല്ലേ? ഇവിടെയും കുറച്ച് സിനിമകൾ എനിക്ക് പെട്ടെന്ന് വന്നപ്പോൾ ഒരു ഇത് തോന്നിട്ടാ, വൈബ് തോന്നി. ഇവിടെ കടകളും കാര്യം കളിയാട്ടം ഈ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഇതടിച്ചതാണ്. ഇതാണ് കറുപ്പ് സ്വാമിയുടെ ഇത്. ആക്ച്വലി തമിഴരാണ് കൂടുതലും ഇത് ചെയ്യണത്, ആരാധിക്കുന്നത്. തമിഴ് ഇതുകൾ തൊട്ടടുത്ത് ഉള്ള ഒരു ഇതായതുകൊണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ റെസ്റ്റ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അവിടെ ബാക്കിൽ ഫോട്ടോഷൂട്ടും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എവിടെ വയ്ക്കണേ? ഇവിടെ വയ്ക്കാം അല്ലേ ഗൈസ്? ഞാൻ പറഞ്ഞില്ലേ കന്നിമാസം പറഞ്ഞിട്ട് എന്തോരം പട്ടിക്കുട്ടികളാ നിറച്ച് വരുന്ന വഴിക്ക്. ഫുള്ള് ഇന്നലെ 2 ദിവസമായിട്ടാണ് ഫുള്ള് പട്ടിക്കുട്ടികൾ. ഏതാ? ആ കുരുതി നടത്തിയിട്ട് അതിനെക്കാട്ടും മുന്നേ ചോര ഇവിടെ എന്തോ കളയാ, അങ്ങനെ എന്തോ ഉണ്ട് ഇല്ലേ? ഇവിടെ കുരുതി കൊടുത്ത് അതിൻ്റെ ചോര ഇവിടെ കൊടുത്തതിന് ശേഷം അത് നമുക്ക് ഇവിടെ ഭക്ഷണം വെക്കും കേട്ടോ. ഭക്ഷണം വെച്ചിട്ടാണ് ഇത് കൊടുക്കുക. ആ ചോര വീണ സ്ഥലത്ത് പിന്നെ ആ ചോര പെട്ടെന്ന് കാണില്ല, അപ്രത്യക്ഷമാവും എന്നൊക്കെ ഒരു ഐതിഹ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ പട്ടികളെ കാണാം. അത് എന്തിൻ്റെ ഭടന്മാരാണോ അങ്ങനെ എന്തൊക്കെയോ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ആക്ച്വലി കൂടുതലും ഹിന്ദുക്കളാണല്ലോ, നമ്മുടെ തമിഴ് വംശജരാണ്. തമിഴിൻ്റെ ഇതുകളാണ് കൂടുതലും ഈ കറുപ്പുസ്വാമി അങ്ങനെ ആരാധിക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. അതും ഒരു ഐതിഹ്യമാണ്. അപ്പോൾ ഇതാണ് ലൊക്കേഷൻ. ഇത് അങ്ങനെ ലൈക്ക് ഇതുകൾ പോലെ വലിയ ഗോപുരങ്ങളും അങ്ങനത്തെ ഇതുകളൊന്നും ഇല്ല അല്ലേ? കുരുതി നടക്കണത് ചോര അവിടെയാണ് ഇത് ചെയ്യാട്ടോ. ആ ഒരു ഏരിയ കണ്ടോ? ആ ഒരു ഏരിയയിലാണ് കുരുതി നടത്തുന്ന സ്ഥലം. ആട് കോഴി എല്ലാം ചെയ്യും അല്ലേ? അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കണ്ട. പക്ഷെ എൻ്റെ പൊന്നെ, ബ്ലഡ് യൂട്യൂബിൽ കാട്ടാൻ പാടില്ല, എനിക്ക് കോപ്പിറൈറ്റ് വരും, സ്ട്രൈക്ക് വരും. അപ്പോൾ ഇവിടെയാണ് ആ ഇതും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇത് ആക്ച്വലി അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ, ഞാൻ കാട്ടിത്തരാം. ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനാണ് കേട്ടോ. ടൂറിസ്റ്റ് ലൊക്കേഷനായിട്ട് കണ്ടാൽ മതി. അതിനെ ആരാധിക്കുന്നത് അത് അങ്ങനെയും കണ്ടോളൂ കേട്ടോ. ബാക്കിയുള്ളവർ ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനായിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇതും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ പറഞ്ഞു തന്നത് ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ. ലൈക്ക് ഇതിൻ്റെ വേര് വന്ന് പടർന്ന് ഇങ്ങനെ അയക്കണം കേട്ടോ. ലൈക്ക് അമ്പലങ്ങളൊക്കെ പോലെ ഇങ്ങനെ ഫുള്ള് ഗോപുരങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ വേര് വന്ന് ഫുള്ള് പ്രകൃതി തന്നെ ഒരു ഗോപുരം കെട്ടി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇത്. ഒരു ഓപ്പൺ സ്പേസാണ് കേട്ടോ. കറുപ്പ് സ്വാമി കയറാൻ പറ്റുമോ? ഇവിടെ നിന്ന് കയറണോണ്ട് കുഴപ്പമില്ല. ഇതാണ് അവരുടെ കറുപ്പ് സ്വാമീനെ ആരാധിക്കുന്ന ആ ഒരു ഇത് കേട്ടോ. സെറ്റപ്പും ഇതുകളും കാര്യങ്ങളൊക്കെ. ആരാധനാലയം എന്നൊക്കെ പറയില്ലേ, ഈ ഒരു ആൽമരത്തിൻ്റെ താഴെയായിട്ട് വരും കേട്ടോ ഈ ആരാധന അവർ ചെയ്യണതും കാര്യങ്ങളൊക്കെ. ഇതാണ് ചെറിയ ഇതുകളും കാര്യങ്ങളൊക്കെ കണ്ടോ. ഇങ്ങോട്ട് പോവാൻ ഫുള്ള് ഇതുകളും കാര്യങ്ങളൊക്കെ കണ്ടോ. അത് സമർപ്പിക്കണതാണ് കേട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ വീടുകളും അങ്ങനത്തെ കളിപ്പാട്ടങ്ങളും അങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളെല്ലാം. അങ്ങനൊരു അടിപൊളി സ്ഥലം, ചിങ്ങൻചിറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. ഇവിടെ കുറേ സിനിമ ഷൂട്ടിങ്ങും അങ്ങനത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട്. കണ്ടോ എന്തോരം പട്ടിക്കുട്ടികളാണെന്നറിയോ? വേണ്ട വെറുതെ വിളിച്ചതാ. പൊക്കോ. ജൂണോൻ്റെ പോലെ ഉണ്ടെങ്കിലും ഒരു പേടിയാണ് കേട്ടോ. അപ്പോൾ അതേ വന്നു കടിച്ച്. ഏത് സൽസമുക്കാണോ? ഇറങ്ങി വരുന്ന വഴിയാണ്. ആണോ? കുഞ്ഞിരാമായണത്തിലെ? അതെ, അടിപൊളി. സൽസം കൊട്ടും പാട്ടൊക്കെ ആയിട്ട്. അതൊന്നും പിന്നെ എൻ്റെ ഭാഷയിൽ പറയും ബ്രാൻഡ് കുപ്പി ഒഴിച്ചു വിടുന്നത്. ഓക്കെ. അത് പെട്ടെന്ന് ഓർമ്മ വന്നു. അതൊരെണ്ണം. അപ്പോൾ അതും ഉണ്ടായിരുന്നു. ഓരോ സിനിമ ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് സിനിമ ഉണ്ടാവുമല്ലോ ഇവിടെ. കാര്യം പിന്നെ നമ്മളിവിടെ
അതിൻ്റെ ഇത് കഴിഞ്ഞാൽ നമ്മൾ പൈസ റിസൾട്ട് കൊടുത്താൽ നമ്മൾ പോകും. നമ്മൾ പോകും, അത്രേ ഉള്ളൂ. അച്ഛൻ ഇവിടുത്തെ മാനേജർ പോസ്റ്റാണ് അല്ലേ? ദാ ഇതൊക്കെ ഇതിന് വേണ്ടിയിട്ട് ആർട്ട് വർക്കിൻ്റെ സാധനമാണ്. സുരേഷ് ഇവിടെ ആ പടത്തിൻ്റെ പേരെന്തായിരുന്നു? ഒരു പെരുങ്കളിയാട്ടം എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപിയുടെ ഒരു പടം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആർട്ട് വർക്കിൻ്റെ സാധനങ്ങളൊക്കെയാണ് ദീ ഇരിക്കുന്നത് കേട്ടോ. ഈ ഒരു കമ്പ് ഏതാ ഉണ്ടായിരുന്നു അല്ലേ? നിറച്ച ആൾക്കാരൊക്കെ ചെയ്തിരിക്കുന്നു. കുറേ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. ഇതുപോലെ ആക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? നോട്ടെ, ഇതുപോലെ ആക്കിയിട്ടുണ്ടായിരുന്നു ഈ സ്ഥലം, ഈ തട്ട് അല്ലേ? ആ സ്റ്റേജ്, ഇതിൻ്റെ അപ്പുറത്തെ സ്റ്റേജ് കേട്ടോ. ഇതല്ല, ഇതിൻ്റെ അപ്പുറത്തെ സ്റ്റേജ് ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. നൈസ് അടിപൊളിയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ലൊക്കേഷനാണ്. ഞാൻ അങ്ങോട്ട് പോട്ടെ കേട്ടോ, അങ്ങോട്ട് പോട്ടെ. അങ്ങനത്തെ ഒരു ലൊക്കേഷനാണ് ഉണ്ട്. ഇവിടുത്തെ മാനേജറാണ്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ചെറിയൊരു ഇതെടുത്തതാണ്, ആളുടെ ബൈറ്റ് എടുത്തതാണ്. ആള് കുറേ ഫോട്ടോസ് ആയിട്ടിരുന്നു ഇവിടുത്തെ ഷൂട്ട് ചെയ്ത ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. കുഞ്ഞിരാമായണത്തിൻ്റെ ഇതുകളും പിന്നെ ഒരു സുരേഷ് ഗോപിയുടെ അടുത്തൊരു പടം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ 3-4 കൊല്ലം ഉണ്ടാവും തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് പടത്തിൻ്റെ പേരായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതാണ് അങ്ങനത്തെ കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്താ ആഗ്രഹം? വീട് വയ്ക്കാനാണോ പുതിയ സൈക്കിൾ വാങ്ങാനാണോ? പുതിയ സൈക്കിൾ വാങ്ങാനാണെങ്കിൽ ഒരു സൈക്കിൾ അവിടെ തൂക്കിട്ടോ. ഏറ്റവും അടിപൊളി സൈക്കിൾ, സിംഗിൾ ഫോർക്ക് സൈക്കിൾ. അതെ, അതിന്റെ ഒരു ടോയ് വെർഷൻ വാങ്ങാ, അവിടെ ഇത് തൂക്കിയിടാ, ആഗ്രഹം സാധിക്കും കേട്ടോ. കാനഡേന്റെ ടോയ് വെർഷനും നല്ല കാശാവും. അതെ, അതൊരു പ്രശ്നമുണ്ട്, അതൊരു പ്രശ്നമാണ്. കാരണം ഓരോരുത്തരുടെ ആഗ്രഹം തീർക്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിറവേറാൻ വേണ്ടിയിട്ടാണല്ലോ ഈ സാധനം വരുന്നത്. ഞങ്ങളുടെ ആഗ്രഹം സൈക്കിളാണ്. അപ്പോൾ സൈക്കിള് ആഗ്രഹം നിറവേറാൻ ഏത് അതിൽ തെറ്റൂല, ഉള്ള സത്യമാണ് പറഞ്ഞത്. ഊണ് കഴിച്ച കാരണം പ്രസാദാണല്ലേ? ഇല്ലല്ലേ, കൊടുത്ത കഴിച്ചു. എന്ത് ഇവിടുത്തെ ചിക്കൻ ചോറ് അല്ലേ? ചിക്കൻ ചോറ്, നാടൻ കോഴി ചോറ്, വെള്ളരി ചോറാണ്. വെള്ളരി ചോറ്. ഓക്കെ, വേണ്ട കഴിച്ചതാ. എന്നിട്ട് നേർച്ച അങ്ങനെ എല്ലാ അമ്പലത്തിലും അങ്ങനെ കിട്ടില്ലല്ലോ ചിക്കൻ്റെ? ഇല്ല, ഇവിടുത്തെ മാത്രം പ്രത്യേകതയല്ലേ? ഇവിടെ ഇത് കുരുതി എങ്ങനെയാ? കുരുതി കൊടുത്ത് അത് നമ്മൾ ഭക്ഷണം വെച്ച് ഇവിടെ ചെയ്യുന്നു അല്ലേ? അതാണ് ഇപ്പൊ നമ്മൾ ഇത് പ്രസാദമായിട്ട് നമുക്ക് എല്ലാവർക്കും. എല്ലാം പോയി, എല്ലാം റെക്കോർഡാ, ആ ദേ ഇതിൽ വരും, യൂട്യൂബിൽ വരും. ജോയൽ ജോഷി ഞാൻ അടിച്ചു തരാം. അതെ, ഈ ഇത് നെഞ്ചത്തെല്ലാം കിട്ടുന്നുണ്ട്. അതെ, നമ്മളിപ്പോ തന്നെ ഉണ്ടാക്കിയിട്ട്. ജോയൽ ജോഷി ഇതാണ് ചാനല്. സബ്സ്ക്രൈബ് ചെയ്യട്ടെ? ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ബെല്ലൈക്കൺ അമർത്തട്ടെ? സെറ്റ്. ഇനി എല്ലാ വീഡിയോസും കാണാൻ നിർബന്ധം വരും. എല്ലാരും കിട്ടിയിട്ടുണ്ട്. ഈ നിൽക്കണ എല്ലാരും കിട്ടിയിട്ടുണ്ട്. ഇവരൊക്കെ കിട്ടിയിട്ട് മടുത്തു പേർക്ക്. എന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ മതി ഇപ്പോ ഇവർക്ക്. ശരി, അപ്പൊ ശരി, ഓക്കെ. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ഗൈസ്. ഈ ഒരു ഏരിയ എന്ന് തോന്നുന്നുട്ടോ. കാരണം ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ പറഞ്ഞില്ല, ഈ ഒരു ഏരിയയും ആ ഒരു ഇത് കണ്ട മതിൽ, ആ ഒരു സ്റ്റേജ് പോലെ ആ ഒരു ഭാഗം കണ്ടിട്ട് എനിക്ക് കുഞ്ഞിരാമായണം ആ ഒരു ഏതൊരു സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ എനിക്ക് ഭയങ്കര ഒരു സിമിലാരിറ്റി തോന്നുന്നുണ്ട്. ആ വേരുകളും കാര്യങ്ങളും എല്ലാം കാണുമ്പോൾ സൽസമുക്ക് നേരത്തെ പറഞ്ഞ ഈ സൈഡാണെന്ന് തോന്നുന്നുണ്ട്. ഈ ഭാഗം തന്നെയായിരിക്കും. പിന്നെ ഇതൊക്കെ ഇതുകളാണ് കേട്ടോ, വിഗ്രഹം പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കണത് ആർട്ട് വർക്കുകാർ ചെയ്തിട്ടുള്ള പണിയാണ്. നിങ്ങൾക്കിത് കണ്ട പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ വെച്ചിട്ട് എന്താ പെർഫെക്ഷൻ നോക്കിട്ടോ. ഇതിനോട് ചേർന്ന് കിടക്കണത് കണ്ട, ഇത് കരിങ്കല്ല് കുത്തിയിട്ടുള്ള ആ സാധനമല്ല, ആർട്ടിൻ്റെ വർക്കുള്ള ആൾക്കാരുകൾ, സിനിമയുടെ ആർട്ട് ഡിപ്പാർട്ട്മെൻ്റ് അല്ലോ, അവർ ചെയ്തതാണ് കേട്ടോ കഴിഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കിടക്കണത്. കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല, പെട്ടെന്ന് പറയുമ്പോഴേ ഞാൻ മനസ്സിലാവുള്ളൂ കേട്ടോ. അത് എല്ലാ ദിവസവും വരുന്നുണ്ട്. അല്ലെങ്കിൽ ഞായർ, വെള്ളി, ചൊവ്വ ദിവസങ്ങളിൽ ഇവിടെ ആൾക്കാരുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അന്ന് പൂജ അങ്ങനെ വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടോ? എപ്പോഴും പൂജയുണ്ട്. അപ്പൊ പൂജാരിയും നടക്കുന്ന പരിപാടിയില്ല. ഇത് മറ്റേ അങ്ങനെ ബിൽഡിംഗ് പോലെ അങ്ങനെ അത് അങ്ങനെ അമ്പലത്തിലല്ലോ അല്ലെ? പ്രകൃതി ക്ഷേത്രമായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആൾക്കാര് സ്പോൺസർ ചെയ്യാൻ പറഞ്ഞു.
ഇവിടെ പെർമിഷൻ ഇല്ല. ചെയ്യാൻ പാടില്ല അല്ലേ? ഒരു ലൈറ്റ് വെച്ചത് ഇപ്പോൾ ഒരു വിളിച്ചത് ഈ ടൂറിസ്റ്റുകാർ വരുന്നില്ല, അതിന് വേണ്ടിയിട്ട് വെച്ചാണ്. ലൈറ്റ് ഇപ്പോഴാണ് വെച്ചിരുന്നില്ല, ഇത്ര നാളായിട്ടും. കറണ്ട് ഉണ്ട്, നമ്മളാ ഉപയോഗിക്കുന്നില്ല. ഇത് പ്രകൃതിയോട് ചേർന്നിട്ടുള്ള വേണം കറുപ്പുസ്വാമിയുടെ ഇത് വരാൻ വേണ്ടിയിട്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതാണ് സുരേഷ് ഗോപിയുടെ. ഇത് എത്ര നാളത്തെയാ? 2023 തോന്നുന്നത്. കാരവാനില് ഇത് സുരേഷ് ഗോപിയാ മേക്കപ്പ് ഇട്ടിരിക്കണതാ. സിനിമയുടെ ഷൂട്ടിങ്ങിന് 2023 ഷൂട്ട് നടന്നിരിക്കണേ. ഒരു പെരിങ്കളിയാട്ടം എന്ന് പറഞ്ഞിട്ടാ സുരേഷ് ഗോപിയാണ് ഇതിരിക്കണത്. ഓ ഓ ഓ ഓ ഭയങ്കര പ്രായത്തിലായിട്ടുള്ളൊരു ലുക്ക് അല്ലേ? തെയ്യത്തിന്റെ വേഷം. തെയ്യത്തിന്റെ വേഷത്തിന് വേണ്ടിയിട്ട് മേക്കപ്പ് ഇട്ടിരിക്കണതാണല്ലേ? ഓ. അപ്പൊ ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ചന്ദ്രൻ. ചന്ദ്രൻ ചേട്ടനാണ് ഡീറ്റെയിൽ ഫുള്ള് നമുക്ക് അറിവ് പകർന്നു തന്നത്. ഇയാളാണ് അവരുടെ പ്രൊഡക്ഷൻ മാനേജർ അല്ലേ? ഇയാളുടെ പെർമിഷൻ ഇല്ലാണ്ട് അങ്ങോട്ട് പോകാനും പറ്റില്ല, ഇങ്ങോട്ട് വരാനും പറ്റില്ല. ഗൈസ്, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. ഇനി നമ്മൾ അയ്യപ്പൻ ചേട്ടൻ്റെ കട കണ്ട പോലെ ചെല്ലപ്പൻ ചേട്ടൻ്റെ കട കാണാൻ വേണ്ടി പോവാണ്. തൊട്ടപ്പുറത്ത് തന്നെയുണ്ടോ. ഭാഗ്യത്തിന് വെയിലില്ല, മഴ അധികമില്ല, ചാറ്റലുണ്ട്. എനിക്കറിയില്ല ഇനിയിപ്പോൾ മഴ കൂടുമോ എന്നുള്ളത് കേട്ടോ. എനിക്ക് ഹൈവേയിൽ നിന്ന് കയറണം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പടപടയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കണത്. ഒരു 4 മണിക്കാകുമ്പോഴേക്കും ഹൈവേ വടക്കാഞ്ചേരി 4 വരെ പാത ഹൈവേയിലേക്കൊക്കെ എത്തിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അതുവരെ ഇത് തന്നെയായിരിക്കും. ഇപ്പോൾ സമയം 2:30 ആയിട്ടുള്ളൂ. അരമണിക്കൂർ ചെല്ലപ്പൻ ചേട്ടൻ്റെ കടയിൽ മണി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 മണിയാവും കേട്ടോ, 3 മണിയാവും എന്തായാലും. അപ്പോൾ എന്തായാലും വെയിലിനൊരു ശമനമായല്ലോ. അതാകുമ്പോൾ കുറച്ചുകൂടി അടിപൊളിയാണ് കേട്ടോ. എന്തായിരുന്നു വെറുതെ എന്തോ ചെയ്തതാണ് കേട്ടോ. വീടുകളൊക്കെ ഉണ്ട്, നൈസ് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ വഴിയിൽ. കൊള്ളാം. ചെല്ലപ്പൻ ചേട്ടൻ്റെ കടയിലേക്ക് പോകാൻ ഈ വഴിയല്ലേ? നേരത്തെ കണ്ട ഷാപ്പിൻ്റെ വഴി കേട്ടോ. നമ്മൾ വെറുതെ ഒന്ന് പോയി നോക്കുകയാണ്. കിഡിലൻ റൂട്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിഡിലൻ വഴി കേട്ടോ. നൈസ് വൈബ്. എൻ്റെ മോനെ ഷാപ്പിലേക്കാണെന്ന് ആലോചിക്കണം കേട്ടോ. യെസ്. നോക്കണ ചേട്ടാ ഏതാ? പന തെങ്ങ വേണോ? ഒരു ഗ്ലാസ് മതി. കിഡിലൊരു സ്പോട്ട് കേട്ടോ. ഒരു കള്ള് ഷോപ്പാണ്, കള്ളിൻ്റെ കടയാണ്. പക്ഷെ ആ വഴിയിൽ നിന്ന് ഇങ്ങനെ കയറി വന്ന് വെറുതെ അല്ല കേട്ടോ. സിനിമാക്കാരൊക്കെ ഈ പറഞ്ഞോണം ഇങ്ങനെ ഈ ഇവിടേക്ക് തന്നെ വരണത് കേട്ടോ. ഫുള്ള് സിനിമാക്കാരും എല്ലാവരും. അടിപൊളി. നൈസ് ഫോട്ടോയും പറ്റുന്ന ലൊക്കേഷനാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സാധനം. അപ്പോൾ നമുക്ക് ഈ ഷാപ്പിൽ നിന്ന് വിട പറഞ്ഞ് അടുത്തത് നമ്മുടെ അയ്യപ്പൻ എന്തൊരു എന്ത് ചേട്ടനായിരുന്നു? ചെല്ലപ്പൻ ചേട്ടൻ്റെ കേട്ടോ. ചെല്ലപ്പൻ ചേട്ടൻ്റെ കടയിലേക്ക് ഇവിടെ നിന്ന് പയ്യെ നീങ്ങിട്ട് പോകാം കേട്ടോ. കിഡിലൻ ലൊക്കേഷനായിരുന്നു, അടിപൊളിയായിരുന്നു. കയറില്ല. ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൽക്കൂട്ടാ. മഴ ഈ പറഞ്ഞോണം കുറുക്കൻ്റെ കല്യാണം പോലെയാണ് കേട്ടോ. മഴ വെയിൽ അങ്ങനത്തെ ഒരു ഇതാണ്. ആ ഷാപ്പിൽ നിന്ന് ഇറങ്ങി സൈക്കിളിൽ കയറി ചെല്ലപ്പൻ ചേട്ടൻ്റെ കടയിലേക്ക് എത്തിയിട്ടാ. നെക്സ്റ്റ് സ്പോട്ട് അത്രയ്ക്ക് അടുത്തടുത്ത സ്ഥലങ്ങളാണ്. ചേച്ചി സൈക്കിൾ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് ആ ഒരു ഷോപ്പ് വരുന്നത് കേട്ടോ. എല്ലാവരും ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന നമ്മുടെ ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായക്കട. എല്ലാവരും സെറ്റാണല്ലോ? ചായ ചെല്ലപ്പൻ ചേട്ടാ ചായയില്ല? പരിപ്പാട് വീഴുന്നോടെ ഉള്ളൂ കേട്ടോ. എളിമേല് കയറണം അല്ലേ? കയറുമ്പോ അഹങ്കരിച്ച് കയറരുത്, എളിമേല് കയറണം കേട്ടോ അല്ലേ? എന്തൊക്കെയാ കഴിക്കാനുള്ള? ഉഴുന്നോടെ പരിപ്പട ഐറ്റംസ് ഉള്ളൂ അല്ലേ? ആ, ചേട്ടനാണ് ചെല്ലപ്പൻ ചേട്ടൻ. എത്ര നാൾ ഇവിടെ തുടങ്ങിയിട്ട്? 49 വർഷമായി. 49 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. കുറെ പേര് വന്നു പോയിണ്ടാവുമല്ലോ അല്ലേ ആ ഒരു കാലയളവിൽ? ശനി ഞായറും നല്ല തിരക്കുണ്ടാവും, തിരക്കുണ്ടാവും അല്ലേ? ആ ഓക്കെ. അപ്പോൾ ഞാൻ പുറത്തേക്ക് എടുക്കണേടാ. എല്ലാരും ഭയങ്കര എളിമയാ. മതി എളിമ മതി. കൊള്ളാം കൈസ്, അടിപൊളിയായിട്ടുണ്ട്. എളിമപ്പെടാൻ റെഡിയാണോ?
ആ അത്രയ്ക്ക് എളിമപ്പെടാനുള്ള ആരോഗ്യം നമുക്കിപ്പോൾ ഇല്ല കേട്ടാ. ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയേനെ. കലണ്ടർ പൊക്കിയാ 1 2 3 എല്ലാ കലണ്ടറും വീണല്ലോ. ഇവിടെ ഒരു ഇതുണ്ട് എഴുതി അന്നത്തെ കാലത്ത് അല്ലേ. ചായ 20 പൈസ, ദോശ 50 പൈസ, കായപ്പം എന്നുള്ളത് പഴംപൊരിയാണോ? കായപ്പം എന്നുള്ളത് പഴംപൊരിയാന്ന് പറഞ്ഞിട്ട് 50 പൈസ. അപ്പൊ ഈ 50 പൈസ കൃത്യം ഉണ്ടെങ്കിൽ ഇവിടെ ചായ കുടിച്ചാൽ ഏതാ? എത്ര കാലം മുമ്പ് ശുദ്ധമായ വായു, ശുദ്ധജലം. ഇതിനൊരു ചിറ്റൂർ മേഖല ശുദ്ധമായ വായു, ശുദ്ധമായ ജലം, ശുദ്ധമായ മണ്ണ്, എല്ലാം സെറ്റ്. അടിപൊളി. അന്നത്തെയാണോ ഇത്? നിങ്ങൾ താമസിക്കുന്നത്, ചേട്ടൻ ഇവിടെ താമസിക്കുന്നത് ഇവിടെ? ആ ഇതിന്റെ ഉള്ളിൽ കൂടെ പോയിട്ട് താമസല്ലേ? ആ അങ്ങനെയായിരുന്നു അല്ലേ. ഓക്കെ. അത് 49 വർഷം മുന്നേ. ഏകദേശം ഒരു 49 വർഷം മുന്നേ. ഇപ്പൊ എത്ര രൂപയായി? ഇപ്പൊ 10 രൂപയായി. 15 പൈസയിൽ 10 രൂപയ്ക്കുള്ള വളർച്ച 49 വർഷം. അതെ. അല്ല, ഇത് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യമില്ല. ഇതുപോലെ തന്നെ നിലനിർത്തിയ കാരണം ആൾക്കാർ വന്ന് എന്താല്ലേ അടിപൊളിയില്. അപ്പോൾ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മളുടെ യാത്രയുടെ അവസാന ഘട്ടങ്ങളായി തുടങ്ങിയിട്ടാ. ആക്ച്വലി നമ്മൾ ഇനി ഒരു 60 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ 2 ദിവസം കിടിലനായിരുന്നു കേട്ടോ. കിടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് എപ്പിസോഡുകൾ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു കേട്ടോ. കാരണം ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഒന്നായി മാറിക്കഴിഞ്ഞോട്ടെ ഈ ട്രിപ്പ്. കാരണം വെറുത്തായിരുന്നു. ഓരോ സ്ഥലം കഴിഞ്ഞ് അടുത്ത സ്ഥലം, ഒരു സ്ഥലം കഴിഞ്ഞ് അടുത്ത സ്ഥലം. ഗൈസ്, നല്ല മഴ കേട്ടോ, ഒടുക്കത്തെ മഴ. നമുക്ക് ഒന്നും കാണാൻ പറ്റണം കേട്ടോ. എൻ്റെ അമ്മേ, ഒടുക്കത്തെ മഴ വെച്ചാൽ ഒടുക്കത്തെ മഴയെ. നെന്മാറ എത്തിയിട്ടില്ല. കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. നൈസ് മഴയെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബാറ്ററിയും കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ബാക്കപ്പ് വണ്ടി ഉണ്ടായിരുന്നു. വണ്ടിയിൽ നിന്ന് നമ്മൾ ആക്ച്വലി ഇത് പോയി വാങ്ങിയിട്ടാ. അപ്പോൾ ബാറ്ററിയും കാര്യങ്ങളൊക്കെ കിട്ടി. 54 കിലോമീറ്റർ തിരിച്ചു കിട്ടും. ഓ, വെളുക്കം വെച്ച് വരുന്നില്ല. തുടങ്ങിയിട്ട് അതെ, വെളുക്കം വെച്ച് വരുന്നുണ്ട്. ഓ, ഭയങ്കര മഴയായിരുന്നു. കയറുന്ന കഴിഞ്ഞാൽ ഭയങ്കര ലേറ്റ് ആവും. ആരും കയറുന്നില്ല കേട്ടോ. അതേ പോണ റൈഡ് ചെയ്തപ്പോഴും ക്യാമറയും സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചു. ഇപ്പുറത്തൊരു പോക്കറ്റ് ഉണ്ടായിരുന്നു എനിക്ക്, അതെനിക്ക് അറിയണ്ടായിരുന്നില്ല. 1 മാസം ആവാറായി ഇത് റൈഡ് ചെയ്ത് തുടങ്ങിയിട്ട്. ഇപ്പോഴാണ് ആ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ബോധവാനാകുന്നത്. എങ്ങനെയുണ്ട് മഴയത്ത് റൈഡ്? ഞങ്ങൾ വെയിൽ കൊണ്ട് കഷ്ടപ്പെടുന്നു വിചാരിച്ചു കേട്ടോ. പക്ഷെ അതെ, മഴ പെയ്ത് ചവിട്ടാൻ പറ്റാണ്ടായി. മഴ കാരണം ചവിട്ടാൻ പറ്റാണ്ടായി കേട്ടോ. ഹൈവേയിലേക്ക് കയറട്ടെ കേട്ടോ. ഹൈവേയിലേക്ക് കയറിയാലൊരു സമാധാനമാവുള്ളൂ. ലൈക്ക് ആ ഒരു ഹോമിലി ഫീല് വരുള്ളൂ കേട്ടോ. വീടെത്താറായി എന്നുള്ള ഒരു ഫീല്. യുവനെ കാണണം. 2 ദിവസമായിട്ട് യുവനെ കണ്ടിട്ട്. നോക്കട്ടെ, ഒരു ഇടക്കാല ആശ്വാസം അല്ലേ മഴ പെയ്തപ്പോൾ. അതെ, എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു അടിപൊളിയായിട്ടെന്ന്. കയറ്റൊന്നുമില്ല. കയറ്റുണ്ടാവുമ്പോഴാണ് മടുപ്പ് വരാട്ടോ. അല്ലെങ്കിൽ അടിപൊളിയാ. ഇതാ പോണോ നമ്മുടെ സപ്പോർട്ട് വെഹിക്കിൾ. ഞാനൊരു ഏകദേശം മഴ പോയി ഒരു 3-4 കിലോമീറ്റർ ആയിട്ടാ ഒരു പെട്രോൾ പമ്പ് അന്വേഷിച്ച് കിടക്കുന്നു. അറിയാലോ, സൈക്കിൾ റൈഡ് ആകുമ്പോൾ പ്രഭാത കർമ്മങ്ങളൊക്കെ ഈ പറഞ്ഞോളാണ്ടാ.
ആ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു സമാധാനം കിട്ടി. എൻ്റെ പൊന്നെ, പെട്രോൾ പമ്പ് കിട്ടില്ല. പെട്രോൾ പമ്പ് അടിപൊളിയായിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടു. കാര്യം സാധിച്ചു, അടിപൊളി. ഇപ്പോൾ ഒരു സമാധാനമായി. ഇനി വേണമെങ്കിൽ ഒരു 40 കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് പോകാൻ. സുഖമായിട്ട് പോവാം. ഭാരം പകുതി മുക്കാലും കുറഞ്ഞോണം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവുന്നറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ തൃശ്ശൂർക്ക് പോവാണ് ഗൈസ്. തൃശ്ശൂർക്ക് ഇവിടുന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ഹൈവേ എത്തി ഗൈസ്. അപ്പോൾ ഹൈവേ, എൻ്റെ ദൈവമേ, റോങ് വേ ആണ്, വണ്ടികളൊന്നുമില്ല. എന്നാലും നമുക്ക് ഈ വഴി നിന്ന് പോവാം. ഈ വളവ് വരെയുള്ളൂ. അപ്പോൾ നമ്മൾ ഹൈവേ കയറിയിട്ടുണ്ട്. വടക്കഞ്ചേരി ഹൈവേ. ഒന്നും ആയിട്ടൊന്നുമില്ല, ഇനിയുണ്ട് 10-50 കിലോമീറ്റർ അടുത്ത്. 40 കിലോമീറ്റർ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞു. 6 മണിക്കുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചു. ആര്യാസ്. അപ്പം ഇനി നോക്കട്ടെ. എൻ്റെ ലഗേജ്, ഈ ഒരു ബാഗ് ആണ് എൻ്റെ ലഗേജ്. ഓക്കെ, എൻ്റെ മോനെ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ കാണാം, അടുത്ത റൈഡിന് കാണാം. ബൈ. അടുത്ത റൈഡ് ഞാൻ ഇവിടെ നിന്ന് പോവാം. ഇവിടെ നിന്ന് എനിക്ക് 2-3 കിലോമീറ്റർ ഉള്ളൂ. അടുത്ത നേരെയാ. അടുത്ത റൈഡിന് കാണാം. ബാംഗ്ലൂർ വരുമ്പോൾ കാണാം. അത് അടുത്ത റൈഡിന് കാണാം. അമ്പിക്ക് പ്ലാൻ ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ എവറിത്തിങ്. പോവാ, കാണാം, വിളിക്ക്. ഒറ്റയ്ക്ക് നേടിപ്പൊരുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. ഓക്കെ, പോയി കാണാം, സെറ്റാക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ രാത്രി ഒരു 7:30 ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടാ. വീട്ടിലല്ല, വീടിൻ്റെ ആ ഒരു വഴിയിലേക്ക് എത്തി. ബീയിങ് എ സൈക്ലിംഗ് ബ്ലോഗർ ഈസി അല്ല കേട്ടാ. ഓ എൻ്റെ ദൈവമേ, അടപ്പ് തെറിച്ച്. എളുപ്പമല്ല ഗൈസ്, എളുപ്പമല്ല ബീയിങ് എ സൈക്ലിംഗ് ബ്ലോഗർ. എൻ്റെ വീടിൻ്റെ അവിടേക്ക് വലിയൊരു കയറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ സൈക്കിൾ തള്ളിക്കൊണ്ട് പോകുന്നത്. യെസ്, തള്ളിക്കൊണ്ട് പോകുന്നു കേട്ടോ. ഫൈനലി വീടെത്തി. അപ്പോൾ എന്തായാലും വേറെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് അറിയിക്കുക. എന്താണെന്ന് വെച്ചാൽ ചെയ്യാട്ടോ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തൊക്കെ ചെയ്യാന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്. ഞാനൊരു ചെറിയൊരു ഗ്ലിംസ് കാട്ടിത്തരാം. സ്റ്റേ ട്യൂൺ ഗൈസ്. ഇനി നമ്മുടെ മോഡിഫിക്കേഷൻ വീഡിയോ ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് വരണത്. അതായത് നാളെ, ഈ ആഴ്ച ഫുള്ള് വ്ളോഗ് ഉണ്ടാവും കേട്ടോ. ഈ ആഴ്ച ഫുള്ള് ഇതിപ്പോൾ 4ാമത്തെ എപ്പിസോഡ് അങ്ങോട്ടായിരിക്കും എന്ന് തോന്നുന്നുണ്ട്, അറിയില്ല, ചെക്ക് ചെയ്യണം. എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ അറിയുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഒരു എപ്പിസോഡ് ഇന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി 58 മിനിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. 58 മിനിറ്റ് ഉണ്ടായിരുന്നു. അത് ചുരുക്കി 30 ആക്കി, 42 ആക്കി, 42 നിന്ന് 36 ആക്കി. കുറേ സംഭവബഹുലമായ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഫുൾ അങ്ങോട്ട് ഇടാൻ പറ്റില്ല, കാരണം ഭയങ്കര ലെങ്തായി പോകും. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺ ഗൈസ്. കിടൽ വ്ളോഗായിട്ട് കാണാം. ബൈ.